കൃത്യമായിട്ട് അറിയില്ല, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺസെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്, ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. അപ്പൊ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്. ഞാൻ സംസാരിക്കണമെന്ന് കരുതിയെന്നൊരു ഇതാണ്. പ്ലസ് ചേട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് 3rd എഡിഷനാണ്, 3rd or 4th എഡിഷനാണ് തോന്നുന്നു എനിക്ക്. അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനുള്ളതാണ്. അപ്പൊ ബ്ലെസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു അവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത്, അന്നേ ബ്ലെസ് ചേട്ടൻ പറഞ്ഞിരുന്നു, രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല. അത് ആ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ, ഈ പുസ്തകത്തിന്റെ, ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലെസ്സി എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും. നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം, ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച 1-2 ചോദ്യങ്ങളുണ്ട്. ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ, അയ്യോ അത് അങ്ങനെ കറക്റ്റാ എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ്കോഴ്സ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ. അപ്പൊ അതായത് ബ്ലെസ് ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിലിം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ്, ബ്ലെസ് ചേട്ടന്റെ സുഹൃത്താണ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. Keeping a really long beard for the longest time, and she thought it was very cool. So she keeps associating Aadujivitham with the time Dada had the beard. I don't know if there is a film I'd want her to see, and I've made this remark before and people have taken it out of context. When I said that I've not shown my films to my daughter, I've had to field questions where people have asked me, then how do you come out and say that others should go to theaters with family and watch the film? The difference being that when my daughter watches a film of mine, she's only 9, she will keep seeing her father on screen. She will not see an actor, unlike your children who will see Prithviraj the actor. So it's a different contextual scenario where a 9-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown her any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, were you an actor?
what does being an actor mean? I think the first film I'll show her is Aadajeevitham. My wife in cinema. There's also a lot of talks about Badi Miyan Choti Miyan. Anything you want to say, because that also has a very different look and a personality for you. I'll meet you in Bombay and we will speak in detail. Great. Also, I wanted to well, it was my first experience with an Indian production, and of course, before I came here, I did a little bit of research as well, as far as who was the director, really, who was the actor, and who else was coming on board. I knew of A.R. Rahman because I live in Los Angeles, so you know, I was in LA when Slumdog Millionaire won, so I know all about that. But I was baffled by the cast and crew when I got to Algeria for the first time. I mean, I landed in the desert and it was just full of people, and you know, I think here you probably have 3 people for the job of 1 in some of the early production that I know of. So that was a big difference for me. But besides that, you know, I mean, the level of professionalism was up there. Blessy, the director, he's such a perfectionist. You know, everything has to be just on the dot, and that was very interesting to witness. And he got all the necessary tools and people to get to what he wanted to do, and it's such a impactful and deep story that I think it needed that. And as far as the collaboration with some of the other actors, including Raj here, with whom, you know, I probably spent every day doing all kind of things, going through the desert, you know, having to carry him. He killed me, because, you know, he's not a small dude. and at time, I just had to carry him on my back and walk and run. So that was quite painful, but very enjoyable at the end. So looking forward to see the movie on big screen. Well, at first it was understanding the character that I was playing, number 1, so which was well understood. And after I met Blessy, it became even clearer. So, I mean, I looked at him as a spirit with a human body that is here for the good. So it's like, how do I embody that? You know, how can I portray that kind of character where I'm only here for one specific mission and make it as clear, as simple, and as truthful as possible. That's what I tried to do. Hopefully I was successful at it, but that's how I saw the character, that's how I read it, and that's how I think I've played it. Jimmy? Rahman. I think this film is such a gift for a composer, because I'm not just filling up with music, I'm becoming a character. That character sometimes is God's point of view, sometimes director's point of view, sometimes the main character's point of view. So it keeps shifting. There is a main theme which we have done, and which I played yesterday. That is the main theme, which is probably God looking at the main character, Najib, with mercy. And I don't want to say much. I think you should look at the film. But we don't want to influence you to what you should feel. You should feel what you should feel. With the amazing performance of Jimmy and Prithvi and all the cast. Roman sir? Over here. Here sir. Negative characters. So when it's come to Aadajeevitham, is there anything you like to tell Raju Ettan after watching his performance? Raju didn't do anything. He's an all-rounder. I told to Fahad because I've not watched many of Fahad's movie because I know him as a person, because when he came to meet me, that's when, hey, you're such a good person, why are you acting such cruel roles? So it was just a fun remark. And Prithvi, I think, is evolved so much. I've worked on Ravan, I've worked on Kavya Talivan, and all of them are very heavily demanding roles. And in this you should see, I don't want to say much, just watch.
രാജുട്ട, അതേപോലെ ഇപ്പം ആക്ടർ പ്രഭാസ് ഇപ്പം സിനിമയുടെ പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഇറങ്ങുമ്പോൾ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഹി ഈസ് മോർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഫിലിം. അപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു, എന്താണ് പറഞ്ഞത്? പ്രഭാസ് ട്രെയിലർ വളരെ നേരത്തെ കണ്ടിട്ടുണ്ട്. പ്രഭാസിന് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ്, പിന്നെ ഓഫ്കോഴ്സ് ഞങ്ങളിപ്പോൾ അങ്ങനൊരു we are quite close in the sense we've done a whole film together. Salar Part 2 is going to start shoot very soon. In fact, very, very soon. So we are in touch and he is a very good friend now. You know, when I'm in Hyderabad, I definitely touch base with Prabhas. Not just there, wherever I am, we are in touch. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പ്രഭാസും ഇൻഫാക്ട് പ്രശാന്ത് നീലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നത് ഡെസേർട്ട് ഫിലിം എന്നാണ്. ഇപ്പോൾ പിന്നെ ഇന്നലെ നിങ്ങൾ കണ്ട ട്രെയിലറൊക്കെ പ്രഭാസും പ്രശാന്തും വളരെ നേരത്തെ എൻ്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്. Rahman sir, Kaushik from Dinathandi's DD Next Gen. இந்த படத்தை மியூசிக்கால கெடுக்கலாம். Because music தப்பா போட்டோம்னா I think எழுந்து போயிடுங்க மாதிரி. So if somebody is having an emotion on screen, the characters have an emotion, and constantly have to check whether I'm over preempt. Sometimes, as I said, it's a more divine character. And actually, I scored this 3 times. I scored it, and they took it for festival, showing it. Then I saw it, I didn't like it. Then I changed many portions, and I also evolved with the, initially it was, oh, I know how to do it. And then I said, no, I did it all wrong. So I went back to him and said, please take it away, I'm going to do it again. So I think the score, past 3-4 months has evolved so much. And some of the places I had to fight him and said, please don't put that music, I'm going to change that. He said, no, I like the previous one. No, please, trust me. So what we have now is what I think we all kind of like. Rasul? I don't know how Oscar has become a standard in this. I would say, see, I'll tell you, Oscar just happened a few hours ago. 15 years ago, when we won the Oscar, in one of this press meet like this, when me and Rahman was there, one of the press asked, "You guys got an Oscar, so what's the big deal about it?" I remember AR saying that next 10 years going to be Indian cinema's golden period. 15 years today, just look back what happened to Indian cinema. Malayalam, Tamil, Marathi, Assamese film, Gujarati films. Every stream of filmmaking in this country has evolved, has gone leap and bound. And today, we are sitting here, we are talking about a regional film, which were considered to be very minuscule in the whole gamut of Indian cinema. We are saying that is Oscar-worthy. I'm not saying it, you guys are saying it. So that's how it has evolved. That is how we have come so far in the last 15 years. I think that is tremendous. The youngsters who came in and changed the entire game in the last 10 years of Malayalam cinema and other regional cinemas. That's the most beautiful thing. And I think Aadijeevitham is in the pinnacle of that. Sorry to cut in. I think the respect which each industry is giving and getting. People in Pakistan are talking about Malayalam movies. Yeah. And when did we see the South Indian heroes transcending to North India? It was never allowed before. It's so easy now, and it's because of the talent and what they're doing. It's great. So it was always there. If you look at the history of Indian cinema, like Anil Kapoor, Jitendra, all these people started from the South, and South Indian films are very big in the 60s and 70s. And if you look at the biggest musical that has come in Indian cinema, it was always from the South. I mean, the native South Indian actors. Yeah, true. So, I mean, Shivaji Ganesh was big, MGR was big, they all were there. But now looking at South Indian cinema and trying, okay, what are we doing wrong? The Hindi cinema is thinking there's something wrong about us. And I feel what is wrong about Hindi cinema today is that they started making packages. Last 10 years, that's what they did. The middle class Indian is no more a subject of discussion in Hindi cinema.
in the last 10 years. Probably last Gajini is a film where we saw a middle class girl, you know. So you've taken a fair share of people from your storytelling. They're obviously going to go against you. And if you look at regional cinema, regional literature is rooted. Regional cinema's writing is rooted in regional literature. So where the literature is strong, you have strong subjects and you have strong cinema. That's what I think is lacking in Hindi cinema right now. Time to look back. And writing is very strong in the cinema, and a lot of literature influence is making, you know, a film. Like one element of a film become a point of a journey. Manjumal Boys, for example. You take one element 30 years ago, you see in one song, and that is become a filmic idea. So those are the things that are happening. People are like flourishing. So it's so beautiful to be part of that movement, I would say. Hi, Prithvi sir. hi sir. Namaste. Anil here. Here it is. Anil. Yeah. From It Kannada. was never meant to be 6 years. It was supposed to finish shooting in 2 years, which was a reasonable time frame for a film like this. I mean, you will need at least 2 years to do a film like this with an actor going through such a big transformation. And that plan was very set, and you know, we were all very comfortable with it. But then the pandemic happened, and then we had to sort of change locations in the last minute. So we started in Kerala, then we went to Jordan, then we had to come back, then we restarted in Algeria, then came back to Jordan, then came back to Kerala. So all this put together just went on for a while. But having said that, now when I see the film, it's all worth it. You know, I have absolutely no regrets. It's all worth it. What is my 6 years? There's a person sitting next to me who's given 16 years. So, you know, what am I complaining about? I'm overjoyed. It's just that I think people tend to ask me this question very particularly because I've released a few Kannada films in Kerala, starting with KGF 2, then 777 Charlie. I also did Saptasagara and all that. But I just think I am part of a much larger movement where industries are now working more closely with each other, and this is a dynamic relationship that I think should and will progress. And that is not just with Prithviraj Productions or me and Hombale. I think all over people are now thinking now. For example, Aadijeevitham is being released by Hombale in Karnataka, Red Giant in Tamil Nadu, Anil Tadhani in the north, Maitri in Andhra and Telangana. So these are all my friends. I have had, so with Anil Tadhani, with Maitri, with Hombale, all these people are people with who I have had discussions about how we should all be working together. And they have been saying the same thing to me for the past 5-6 years. You know, I remember from about 2017, 18, we've had these discussions, and now it's all coming into fruition. And it's a wonderful way to be doing cinema. It's a wonderful way for industries to be hand-holding each other and making sure that our content travels all over the country. And I think that is the way forward, not just for big-ticket films like Aadijeevitham, for all content. I think if we decide to work together, and if we decide that we all are going to make great content and we all are going to work for each other to make sure that the content travels, I think it's wonderful days ahead for Indian cinema in general. Hi sir. And other than the languages. Wow, that's a very big question. Thank you. But right on point. I think I've said this before. I don't know if you're familiar with the history of cinema, but the Lumiere brothers have first invented the camera, and then the first 3 countries to purchase the camera were the Moroccans and the Egyptians and the Indians. So from the get-go, Indian cinema has more than 50, probably more than 60 years ahead of humanity. So in answer to your question, I think I went back to school again. It was so amazing to see very talented people who were very dedicated and very passionate, and I can't put it like lightly when I say very passionate. If there's one thing in this room, like let's say we're shooting right now, and maybe the lighting is not proper, then they'll change it. No, they won't just change it. They'll change the whole setting, even the outside environment. Whenever there's a need, there's always a way. I think that was probably the biggest
lesson I learned about Malayalam cinema. I remember also a few years back that our lead actor, Prithviraj, his mother was caught in a flood or something of that nature. There were some floods, and we had to stop shooting for a while because there was a big element of danger. Had it been anyone else, right, they probably would have just said, okay, you know what, we're not going to do this. But no, through it all, through monsoon season, through the pandemic, through everything, and you know, I can't stress it enough, and I've mentioned this before, it is not easy to lose weight and gain weight really, really fast. You can be... Assalamu alaikum, all of you, and very good morning. Actually, I was dreaming one day to act in India. From 1969, I was watching Indian films. And from 1974, I started acting in TV and small films. 2014, I worked in a long film, big film. It was a cinema. Before all the films it was a small cameras and seems like serials and these things. But the right time was 2014 when I worked with Dr. Khalid in a film in Oman called Al Boom. Then again we work 2017, we did Zayana film. It is a film between Oman and India. It is shooted in Trivandrum. After this film, I don't know, maybe Angel and some, it seemed like a chance it has came to me that I saw Mr. Blassi. I meet him before that also. So he came to Muscat, and I'm very proud that we meet there also and have a cup of tea. Then he told me that there is a film. You are going to work with me. He was searching for a villain, Arabic villain. It was my really chance that I'll be in this film and in Kerala. When we started, they sent a script for me. I read the script in English. Then when I came to Jordan, we meet together there. I found that I'm working with the big people. A director like Mr. Blassi and a very big actor like Raj and other friends and big team for being here. And I don't know what is your question. Can you translate it for me by Urdu? It's all right? It's enough? Thank you very much. Bro, you're only doing in a... If you will wind up this press meet, I'm going to dub it in Hindi today. And then what about and Kannada? Kannada tomorrow. Yeah, okay, fine. So we can hear voice in Kannada also. Yes. Thank you. 10 വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് സ്വപ്നം. അതായത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട പോലെ അതിൽ അഭിനയിക്കാനും വേണമെങ്കിൽ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും വിതരണം ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇനി എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കുറേ ആഗ്രഹങ്ങളൊന്നുമില്ല. Jimmy, my question is for you. Paris, you reached New York and you pursued your dreams in films. When you reached to Aadu Jeevitham, when you play a role of positivity like Ibrahim, how you value yourself as an individual who can relate to Najib also? Najib's story is a story of struggle, but still he is positive. Was that your motto also? Thank you for the question. Yeah, I guess a big part of my life has been going against the wave. So it's always been a struggle, but a struggle I always welcome. And as you said, you know, I met the first part of the struggle in Haiti, met another phase of it when I grew up in Paris, to the point where I became homeless. And that didn't stop me. And I continued, lived in many other places, lived in Spain, Italy, South Africa, England, to continue to pursue a search of life,
understanding who I was, my meaning on this planet. ഈ പ്രൊജക്റ്റ് ഇപ്പൊ ഇങ്ങനെ അതിന്റെ പല പ്രോസസ്സിലൂടെ ഇങ്ങനെ 16 വർഷത്തിലേക്ക് കടന്നു പോകുന്നു, പ്രൊജക്റ്റ് വലുതാകുന്നു. ഓഫ് സ്ക്രീനില് ബ്ലെസ്സി സാറിനും ബേസിക്കലി ഈ ട്രാൻസ്ഫോർമേഷന്റെ വേറൊരു പതിപ്പുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടു, ബ്ലെസ്സി സാറ് ഒരു വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ താടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിന്റെ പുറകിൽ കാണും. അപ്പം അമല എന്ന് പറഞ്ഞ നായിക ഇതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? Good morning, everyone. Sorry, എനിക്ക് muscle cramps കൂടുതലുള്ളതുകൊണ്ട് I got really late. Apologies for that. ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ. The best part of ആടുജീവിതം, there was lot of water and lot of greenery and lot of peace. And then yes, എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോയത്. ഇപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത്. ആൻഡ് ദെൻ after that I was seeing like എല്ലാവരുടെയും very different in terms of physically, emotionally. ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലെസ്സിനെ കണ്ടപ്പം I remember he was looking very weak and very unhealthy, and അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. And like I said, like ബ്ലെസ്സിന്റെ body is trying to catch up with his passion. Like body അത്ര weak ആയിരുന്നെങ്കിലും, അല്ലെങ്കിൽ even though he was sick, he was going through some diet and all, but in spite of all that, he was only talking about the film. And അത് കഴിഞ്ഞിട്ട് ബ്ലെസ്സിനെ കണ്ടപ്പോൾ ബ്ലെസ്സിയേട്ടൻ വാസ് ടെല്ലിങ് സൈനുവിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള, നജീബ് ഇല്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം, സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. സോ like physically, even Prithvi and I was just seeing some pictures and some rushes and all. In fact, 2021 ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം ഐ വാസ് സീയിങ് എ ടീസർ. അപ്പോൾ ആ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡിഡ്ന്റ് റെക്കഗ്നൈസ് പൃഥ്വി ഇൻ ദാറ്റ്. ഹി വാസ് ഇൻ ദ ടീസർ ആൻഡ് ഐ എം ലൈക്ക്, അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ then they said that's പൃഥ്വി and I'm like what, please play it again. So yeah, അത് കഴിഞ്ഞിട്ട് everybody, all of them were unrecognizable, and even the film took over into a different different feel altogether. And again, I'm back in the honeymoon phase of Adujeevitham, the best phase, I think the very easy phase. So for me, the journey has been, I'm like a tiny drop in this ocean, but I'm very, very grateful and blessed to be a part of this project, yeah. How many Academy Awards are we expecting next year? Anybody? What's the question? The best award is all of them seeing the movie, and yeah, I think beyond that there's no award. Thank you. Okay, thank you everybody. Yes. Sir, നമ്മുടെ ജീവിതത്തിൽ Actually, it is something that I wanted to say, always wanted to say. ഞാനും ബ്ലെസ്സിയുടെ ഫിലിം ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലെസ്സി പറഞ്ഞത് സിനിമ തുടങ്ങുന്നത് കേരളത്തിലാണ്. ഒരുപാട് വെള്ളം, ഒരുപാട് പച്ചപ്പ്, ഒരുപാട് പ്രകൃതി. അവിടെ നിന്ന് ഇയാൾ പോകുന്നത് ഒരു മരുഭൂമിയിലാണ് എത്തിപ്പെടുന്നത്. അവിടെ ഒന്നുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ, വരണ്ട ജീവിതം. അവിടെ അദ്ദേഹം കടന്നു പോകുന്ന ഇത് എത്രത്തോളം എനിക്ക് സൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ എൻറ്റയറിറ്റി ഓഫ് സൗണ്ട്, AR knowingly or unknowingly he has brought it in. And in cinema, first half of the film, if you look at the score, it is completely different film altogether. Look at the sound of it. And second half, if you look at it, it's you don't even believe that this man has changed the whole landscape with the score. So it's two different films when you look at it in terms of sound, which me and Blessy has been discussing right from 2018 onwards, but subconsciously AR has achieved it. So whatever when the film is done, you talk about sound, it actually came from AR, and I just complimented it. For me, it's two different films. There is a pre-interval Adujeevitham, which has a completely different score, which has completely different
orchestration, sound very rooted, and it has completely different sound in the second half. It's a completely different film. You can just watch Aadiyuvidam second half and you can just transcend yourself. So it's very spiritual, very